The Wild Swans at Cool by W.B. Yeats. Textbook questions and answers. First question. What is the season pictured in the poem? Does it have any significance? കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സീസൺ ഏതാണ്? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? The season pictured in the poem is autumn. It signifies change, aging, and the passing of time. Autumn reflects the poet's own stage in life as he feels older and more reflective while nature around him begins to fade. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന സീസൺ ഓട്ടം സീസൺ ആണ്. ഇത് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാറ്റം, വാർദ്ധക്യം, അതുപോലെ കടന്നു പോകുന്ന സമയം, ഇവയൊക്കെയാണ് ഈ കാലം സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള പ്രകൃതി ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ഫെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ കവിക്ക് അദ്ദേഹത്തിന്റെ പ്രായവും ചിന്താശേഷിയും ഒക്കെ മാറി തുടങ്ങുന്നതായി മനസ്സിലാവുന്നു, അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. Question number 2. The 19th autumn has come upon me, says the poet. What does he mean by this? കവിതയിൽ നിന്നുള്ള ഒരു വരിയാണ്. എനിക്ക് 19ാം ഓട്ടം വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? The poet means that 19 years have passed since he first saw the swans at Cool Park. During this time he has changed and grown older, but the swans appear unchanged and full of life. കൂൾ പാർക്കിൽ വെച്ച് സ്വാൻസിനെ ആദ്യമായി കണ്ടിട്ട് 19 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. 19 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ പ്രായമല്ല ഇപ്പോ, അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു, വയസ്സ് കൂടിയിരിക്കുന്നു. പക്ഷെ എന്നാലും അന്ന് കണ്ട ആ ഹംസങ്ങൾക്ക്, സ്വാൻസിന് യാതൊരു മാറ്റവുമില്ല. അവ ഫുൾ ഓഫ് ലൈഫായിട്ട്, അൺചേഞ്ച്ഡ് ആയിട്ട്, മാറ്റങ്ങളൊന്നും ഇല്ലാതെയും ജീവൻ നിറഞ്ഞതുമായിട്ട് കാണപ്പെടുന്നു. ഫുൾ ഓഫ് ലൈഫ്, അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് അധികം പ്രായമൊന്നും ആവാത്ത രീതിയിൽ കാണപ്പെടുന്നു. Question number 3. Why is the poet's heart sore? കവിയുടെ ഹൃദയം വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? The poet's heart is sore because he feels sad and lonely. He realizes that time has passed and he has grown old, while the swans remain young, beautiful and full of energy. കവിയുടെ ഹൃദയം വേദനാജനകമാണ്, കാരണം ആൾക്ക് ദുഃഖവും ഏകാന്തതയുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കാലം ഒരുപാട് കടന്നുപോയെന്നും താൻ വൃദ്ധനായെന്നും അതേസമയം സ്വാൻസിന് ചെറുപ്പവും അവയുടെ സൗന്ദര്യം ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നു. അതിന്റെ ഊർജ്ജസ്വലതയും അതുപോലെ തന്നെയുണ്ട്, അതിനും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. Question number 4. Does the phrase at twilight have any significance? Comment. At twilight എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം, വൈകുന്നേരം കടന്നുപോയി രാത്രിയാകുന്നതിന് മുമ്പുള്ള ആ കുറച്ച് ടൈമാണ് ട്വിലൈറ്റ് എന്ന് പറയുന്നത്. സന്ധ്യാസമയത്തെ കുറിച്ച് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്, അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഈ ഭാഗത്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, the phrase at twilight is significant. Twilight is the time between day and night, symbolizing the transition between youth and old age. It matches the poet's reflective mood and his awareness of life's fading moments. ഈ ഭാഗത്ത് ട്വിലൈറ്റ് എന്ന പ്രയോഗം വളരെ സിഗ്നിഫിക്കന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട്. സന്ധ്യ എന്ന് പറഞ്ഞാൽ, ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിനും പകലിനും ഇടയിലുള്ള സമയമാണ്. ഇവിടെ യുവത്വത്തിനും വാർദ്ധക്യത്തിനും ഇടയിലുള്ള ആ ഒരു മാറ്റത്തെയാണ്, ആ ഒരു ട്രാൻസിഷനെയാണ് ഇവിടെ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കവിയുടെ മാനസികാവസ്ഥയും അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മങ്ങുന്ന നിമിഷങ്ങളെ കുറിച്ചുമുള്ള ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 19 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം കൂടി, അദ്ദേഹത്തിന്റെ യൗവനത്തിൽ നിന്ന്, യൂത്ത്ഫുൾ ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ഒരു ട്രാൻസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ട്വിലൈറ്റ് എന്ന വേർഡ്, ആ ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത്. Question number 5. How does the poet give voice to nature's beauty and splendor? പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് കവി എങ്ങനെയാണ് ശബ്ദം നൽകുന്നത്, അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? The poet describes the lake, sky and swans using beautiful imagery and musical language. He shows nature's calmness, brightness and grace, especially through the brilliant and lively swans, expressing how nature remains beautiful and eternal. മനോഹരമായ ഭാവങ്ങളും സംഗീത ഭാഷയും ഒക്കെ ഉപയോഗിച്ചാണ് കവി തടാകത്തെയും ആകാശത്തെയും ഹംസങ്ങളെയും ഒക്കെ വർണ്ണിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഇമേജറീസും മ്യൂസിക്കൽ ലാംഗ്വേജും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ കാംനെസ്, അതിന്റെ ശാന്തത, ബ്രൈറ്റ്നസ്, അതിന്റെ തിളക്കം,
ആൻഡ് ഗ്രേസ്, അതിന്റെ കൃപ. ഇതൊക്കെയാണ് അദ്ദേഹം ഇവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ലൈവ്ലി ആയിട്ടുള്ള സ്വാൻസിനെ ഉപയോഗിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. മനോഹരവും ശാന്തവുമായി എറ്റേണൽ ആയിട്ട് നിലനിൽക്കുന്ന ആ ബ്യൂട്ടിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഡു ദ സ്വാൻസ് ഇൻ ദ പോയം റെപ്രസെന്റ്സ്? കവിതയിലെ സ്വാൻസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? The swans represent youth, love, beauty and immortality. They remain unchanged through the years, symbolizing eternal life and passion, unlike humans who grow old and change. ഈ പോയത്തില് സ്വാൻസിനെ യൂസ് ചെയ്ത് യൂത്ത്, ലവ്, ബ്യൂട്ടി ആൻഡ് ഇമ്മോർട്ടാലിറ്റി, സ്നേഹം, യുവത്വം, സൗന്ദര്യം, പിന്നെ ഇമ്മോർട്ടാലിറ്റി, അതായത് മരണമില്ലാതെ എന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ഇവയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ചേഞ്ചസ് ഒന്നും സംഭവിക്കാതെ വർഷങ്ങളോളം തുടരുന്ന ആ അവസ്ഥയെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് പ്രായമാകും, അവർക്ക് ലൈഫിലെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ പ്രകൃതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എറ്റേണൽ ലൈഫും അതിന്റെ പാഷനും അതിന്റെ ലവിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് എന്തുണ്ടാവുന്നില്ല, അവർക്ക് ചേഞ്ച് സംഭവിക്കുന്നില്ല. Comment on the contrast between youth and old age as portrayed by the poet. കവിതയിലെ പോയറ്റ് യൂത്തിനെയും ഓൾഡ്നെസ്സിനെയും കുറിച്ച് പറയുന്ന ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? The poet contrasts his own aging and weariness with the swan's youthful energy and beauty. While he feels lonely and tired, the swans are still strong, lively and together in pairs. This shows the poet's sadness over growing old and his admiration for the swan's timeless vitality. കവിതയില് അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തെയും അദ്ദേഹത്തിന്റെ ക്ഷീണമുള്ള അവസ്ഥയും ഒക്കെ സ്വാൻസിന്റെ യൂത്ത്ഫുൾ എനർജിയെയും അതിന്റെ ബ്യൂട്ടിയെയും വെച്ചിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏകാന്തതയും ഒറ്റപ്പെടലും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം സ്വാൻസ് ഇപ്പോഴും സ്ട്രോങ് ആണ്, ലൈവ്ലി ആണ്, അവരിപ്പോഴും പെയേഴ്സ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതിലൂടെ കാണിക്കുന്നത് പോയറ്റിന് പ്രായമാകിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമങ്ങളും, അതേ സമയത്ത് സ്വാൻസിന്റെ ടൈംലെസ് ആയിട്ടുള്ള ബ്യൂട്ടിയിൽ ഇത്ര വർഷം കഴിഞ്ഞു പോയിട്ടും അവയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള അതിനോടുള്ള ഒരു അഡ്മിറേഷനുമാണ് ഈ ഭാഗത്ത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്.